നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർലമെന്റ് നടക്കുന്നതിനാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ED നൽകിയ സമൻസിന് MP മറുപടി നൽകി. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയുടെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ ഉത്സവം ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 6ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ചശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റും. കടങ്ങോട് ഗാധർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. ചാവക്കാട് KSRTC ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കൊളുത്തിവലിച്ച അപകടം. കുന്നംകുളം ചാവക്കാട് റോഡിൽ ദീർഘനേരം ഗതാഗത തടസ്സം നേരിട്ടു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം വലിയങ്ങാടി നടുപ്പന്തിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശി പ്രഹ്ലാദൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റയാളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിനിടെ ബിയർ കുപ്പി കൊണ്ട് അടിയേറ്റാണ് പ്രഹ്ലാദന് ഗുരുതരമായി പരിക്കേറ്റത്. കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒപ്പം താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ രാജു കർസാൽ, രാമണൻ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാർലമെന്റ് നടക്കുന്നതിനാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ED നൽകിയ സമൻസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, പാർട്ടി അക്കൌണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നത്. കെ രാധാകൃഷ്ണൻ മുൻപ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു. ആ കാലഘട്ടത്തിലെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ED അന്വേഷിക്കുന്നത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന MM വർഗീസിനെയും ED മുൻപ് ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂർ കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ED. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് കെ രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന MM വർഗീസ്, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളെ ഇതിനോടകം തന്നെ ED ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിലെന്നാണ് CPIM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. കടങ്ങോട് ഖാദർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഖാദർപടി സെന്ററിലായിരുന്നു അപകടം. ബസിനെ മറികടക്കുകയായിരുന്ന കാർ എതിരെ വന്ന ജിജിൻ ഓടിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിജിൻ, സുഹൃത്ത് വൈശാഖ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ജിജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രി 10:30 മരണം സംഭവിച്ചു. വിദേശത്തേക്ക് പോകുന്നതിന് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ജിതിന്റെ സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ബീനയാണ് മാതാവ്. ജിബിൻലാൽ, ബിബിൻലാൽ എന്നിവർ സഹോദരങ്ങളാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയുടെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചികിത്സാരംഗത്ത് സ്വകാര്യ മേഖലയിൽ നടക്കുന്ന വലിയ ചൂഷണങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടുന്നതിന് സഹകരണ മേഖലയ്ക്ക് കഴിയുന്നുണ്ട്. കോവിഡ് സമയത്ത് പൾസ് ഓക്സിമീറ്ററിന് 3000 രൂപയ്ക്ക് മുകളിൽ നിരക്കുയർന്നപ്പോൾ കൺസ്യൂമർ ഫെഡ് ഇടപെട്ടതോടെ ഇത് 950 രൂപയ്ക്കും 2ാം ഘട്ടത്തിൽ 500 രൂപയ്ക്കും ലഭ്യമാക്കാൻ കൺസ്യൂമർ ഫെഡിനായെന്ന് മന്ത്രി പറഞ്ഞു.
പൊതുജനത്തിന് വളരെ സുതാര്യവും കൃത്യതയുമുള്ളതുമായ ചികിത്സാരീതിയാണ് സഹകരണ മേഖല മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ രൂപത്തിലുള്ള കൊള്ളയടിക്കപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു സമൂഹത്തെ കോവിഡ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടോ, അത് കൂടുതലാവുന്നു എന്നറിയാൻ പാടുതല ജാഗ്രതാ സമിതികൾ രൂപം കൊടുത്ത് ഒരാൾക്ക് രോഗിക്ക് ഓക്സിജന്റെ അളവ് 94-ൽ താങ്ങാൻ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് നിഷ്കർഷിച്ചപ്പോൾ അത് പരിശോധിക്കാൻ എല്ലാ വാർഡുകളിലും വേണ്ടി വന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു IAS മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ്, കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മായിൽ, ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി പ്രിൻസിപ്പാൾ ഡോക്ടർ KR അനൂപ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന B.Pharm D.Pharm കോഴ്സുകളിലായി 400ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായാണ് സർക്കാർ ധനസഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂരിൽ ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 6ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ച ശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റും. ആറാട്ട് ദിവസം വരെ പ്രധാന എഴുന്നള്ളിപ്പിന് ഇനി സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. മരതകപ്പച്ചയും വീരശൃംഖലയും സ്വർണ്ണപ്പൂക്കളും നിരത്തിയ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണക്കോലം ഉത്സവദിനത്തിൽ 5 ദിവസവും ഏകാദശി 4 ദിവസവും അഷ്ടമി രോഹിണി ദിവസവും മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. കൊടിയേറ്റ ദിവസം ആനയോട്ടത്തോടെ തുടങ്ങുന്ന ഗുരുവായൂർ ഉത്സവം അവസാനിക്കുന്നത് ആറാട്ട് ദിവസം ക്ഷേത്രത്തിനകത്ത് 11 ഓട്ടപ്രദക്ഷിണത്തോടെയാണ്. പള്ളിവേട്ട നാളിൽ ക്ഷേത്രത്തിനുള്ളിൽ 9 ഓട്ടപ്രദക്ഷിണമുണ്ട്. ഇതിനു പുറമെ ഉത്സവത്തിന് എല്ലാ ദിവസവും ആനയോട്ടമുണ്ട്. രാവിലെയും രാത്രിയും ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിനാണ് ആനയോട്ടം. കൊടിമരത്തിന് സമീപത്തുനിന്ന് മുന്നിൽ വിളക്കുമായി കഴകക്കാരനും ചെണ്ടയുമായി മാരാരും ഹവിസ് കൈയിലേന്തി ഓദിക്കനും ശീഘ്രബലി അർപ്പിച്ച് ഓടി നീങ്ങും. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ബലിതൂവണം എന്നതിനാൽ പിന്നാലെ തിടമ്പെഴുന്നള്ളിച്ച ആനയും ഓടിയെത്തും. ക്ഷേത്രപാലന്റെ ബലിക്കല്ലിന് ഹവിസ് അർപ്പിച്ച് നിവേദ്യം പാത്രത്തോടെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആനയ്ക്കൊപ്പം ഭക്തജനങ്ങളും ഓടിയെത്തും. വ്യാഴാഴ്ച കൊമ്പൻ ദേവദാസ് വെള്ളി നെറ്റിപ്പട്ടം കെട്ടി ഓട്ടക്കാരനായി. കീഴ്ശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി തിടമ്പെഴുന്നള്ളിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കേ നടയിൽ ഒരുക്കിയ വൃന്ദാവനം വേദിയിൽ അരങ്ങേറിയ തിരുവാതിരക്കളി കാഴ്ചക്കാരെ ആകർഷിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങളാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ഒരു ദിവസം 70 ടീമുകൾ വരെ കണ്ണനു മുന്നിൽ അവതരണം നടത്തുന്നുണ്ട്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവ പരിപാടികൾ 400-ൽ പരം സംഘങ്ങൾ പങ്കെടുക്കും. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് KSRTC ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കൊളുത്തിവലിച്ച അപകടം. കുന്നംകുളം ചാവക്കാട് റോഡിൽ ഇതുമൂലം ദീർഘനേരം ഗതാഗതം തടസ്സം നേരിട്ടു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് അപകടമുണ്ടായത്. ചാവക്കാട് ഒവുങ്ങൽ പള്ളി പരിസരത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ. എരുമേലി ഡിപ്പോയിലെ RC 723 നമ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചുപോകുന്നതിനിടയിലായിരുന്നു സംഭവം. ദേശമംഗലം സ്വദേശിയുടെ ഓട്ടോറിക്ഷയുടെ ഡോർ ഹാൻഡിൽ ഗ്രിപ്പ് കൊളുത്തിവലിക്കുകയായിരുന്നു. എതിരെ വന്ന ടോറസ് ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 2 മീറ്ററോളം ദൂരത്തിൽ ഓട്ടോറിക്ഷ വലിച്ചുകൊണ്ടുപോയതിനു ശേഷം അവിടെ നിർത്തിയിട്ടിരുന്ന അകലാട് സ്വദേശിയുടെ മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത്. ഓട്ടോറിക്ഷയുടെ റെക്സിൻ കീറുകയും ബീഡിംഗ് പൊട്ടുകയും കാറിന്റെ പിൻവശത്തെ ബമ്പറിന് തകരാർ സംഭവിക്കുകയും ചെയ്തു. ഇതുമൂലം ഏറെ നേരം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി. ഹൈവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗുരുവായൂർ അഡീഷണൽ SI സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. കുന്നംകുളത്ത്
തെരുവോരത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ദയ റോയൽ ആശുപത്രിക്ക് സമീപം ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ പുല്ലിനാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തീപിടിച്ചത്. സമീപമുള്ള വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളമടിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ പോളിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ അമൽ, ടോണി, ശരത്, ഗോഡ്സൺ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് സർക്കാർ നിർദ്ദേശമനുസരിച്ച് വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക പരിശോധന നടത്തി. പ്രത്യേക പരിശോധനയിൽ അരിയന്നൂർ കണ്ടംപുള്ളി റോഡിൽ മാലിന്യം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളുടെ ഉറവിടങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ ആരോഗ്യ ശുചിത്വ കമ്മിറ്റി പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം പി.കെ. അസീസ്, ആശാപ്രവർത്തക സി.ടി. ലത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജസ്ന ജോസ്, കെ. ഷാജു, അജിത് കുമാർ എന്നിവർ ചേർന്ന് ചാക്കിലെ മാലിന്യം പരിശോധിച്ചതിൽ ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ ശേഖരണ ചാക്കിൽ ഗുരുവായൂർ കിഴക്കേനടയിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്ക ഫാൻസി, ഫാഷൻ ഗാലറി എന്നീ സ്ഥാപനങ്ങളിലെ മാലിന്യമാണ് തെരുവോരത്ത് തള്ളിയിരിക്കുന്നത് എന്ന് വ്യക്തമായി. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയവരെ തിരിച്ചറിഞ്ഞത്. ഗുരുവായൂർ നെന്മിനി ദേശത്ത് ഗോകുൽ നിവാസിൽ എസ്. സെൽവന്റെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനങ്ങൾ. തെളിവുകൾ ശേഖരിച്ച് ഗുരുവായൂർ കിഴക്കേനടയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തി. നഗരസഭ ആരോഗ്യ വിഭാഗം അധികാരികളെയും വിവരം അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകുമെന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ N.F. ജോസഫ് അറിയിച്ചു. സ്ഥാപന ഉടമയ്ക്ക് നൽകിയ നോട്ടീസിനെ തുടർന്ന് പഞ്ചായത്തിലെത്തിയ ഉടമയിൽ നിന്നും 14,000 രൂപ പിഴ ഈടാക്കി. പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ N.A. ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പി.കെ. അസീസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി. ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേനൽക്കാലത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ചാവക്കാട് നഗരസഭ തണ്ണീർ പന്തൽ ആരംഭിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ. മുബാറക് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, ഹെൽത്ത് സൂപ്പർവൈസർ പി. ദിലീപ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M. ഷമീർ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദരം മാതൃഭാഷയ്ക്കും ആൻഡോ മാഷിനും എന്ന പേരിൽ മറ്റത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രൊമോ വീഡിയോ പ്രകാശനം നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ P.S. വിജോയ് പ്രൊമോ വീഡിയോ പ്രകാശനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് P.V. നിവാസ് അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാനും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ ഡോക്ടർ A.M. റീന മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം ജനറൽ കൺവീനർ P.J. സ്റ്റൈജു പദ്ധതി വിശദീകരിച്ചു. മലയാള വിഭാഗം അധ്യാപകരായ ഡോക്ടർ M.S. മിഥുൻ, ഡോക്ടർ മായ S. നായർ, വിദ്യാർത്ഥികളായ ഹേമന്ത് M. വർമ്മ, P.A. അശ്വതി എന്നിവർ സംസാരിച്ചു. മാർച്ച് 30 ഞായറാഴ്ച മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരച്ചടങ്ങിൽ ദയാബായ്, ഡോക്ടർ K.M. അനിൽ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, കവി P. രാമൻ, ഡോക്ടർ R. സുരേഷ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. അപകട ഭീഷണിയായി നിന്നിരുന്ന പാലമരം മുറിച്ചുമാറ്റി. കടവല്ലൂർ കല്ലുംപുറം പഴഞ്ഞി റോഡിൽ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപം പാതയോരത്ത് നിന്നിരുന്ന വലിയ പാലമരമാണ് മുറിച്ചുമാറ്റിയത്. യാത്രക്കാർക്കും പ്രദേശത്തെ വീടുകൾക്കും ഏറെ ഭീഷണിയായി നിന്നിരുന്ന പാലമരമാണ് PWD അധികൃതരുടെ മേൽനോട്ടത്തിൽ മുറിച്ചു നീക്കിയത്. അപകട ഭീഷണി ഉയർത്തി വലിയ ചില്ലകളാൽ പന്തലിച്ചു നിന്നിരുന്ന മരം മുറിച്ചുമാറ്റണമെന്ന് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. മരത്തിന്റെ സമീപത്തെ മണ്ണ് ഒലിച്ചുപോയി ഏത് സമയവും നിലം പതിക്കുമെന്ന അവസ്ഥയിലായിരുന്നു മരം. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. കടവല്ലൂർ കോത്തുള്ളിക്കുന്നിലെ മണ്ണെടുപ്പ് CPM പ്രവർത്തകർ തടഞ്ഞു. പഞ്ചായത്തിലെ കോത്തുള്ളിക്കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്നും നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി എന്ന് പറഞ്ഞ് നടത്തിയ മണ്ണെടുപ്പാണ് CPM കൊരട്ടിക്കര ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രേഖകൾ പരിശോധിച്ചു. വില്ല പ്രൊജക്ടിന്റെ ഭാഗമായാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്നും മണ്ണെടുത്ത് മാറ്റുന്നതെന്നും ആവശ്യമായ രേഖകൾ എല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് മണ്ണെടുപ്പ് നടപടികൾ നടത്തുന്നത് എന്ന് മണ്ണുമാറ്റുന്നതിനെത്തിയ കമ്പനി അധികൃതർ പറഞ്ഞു. വലിയ തോതിൽ മണ്ണെടുക്കുന്നത് പ്രദേശവാസികളെ ഏറെ ആശങ്കയിലാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മണ്ണെടുത്തു മാറ്റുമ്പോൾ കുന്നിന് താഴ്ഭാഗത്ത് താമസിക്കുന്നവർക്ക് വലിയ അപകട ഭീഷണിയാണെന്നും നിരവധി പേർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെയാണ് JCB, ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെത്തി മണ്ണെടുപ്പ് ആരംഭിച്ചത്.
താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് നൽകി. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നും തുടർ നടപടിയുടെ ഭാഗമായി അനുബന്ധ രേഖകൾ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇടവിള കിറ്റിന്റെയും വലവൃക്ഷ തൈയുടെയും വിതരണം സംഘടിപ്പിച്ചു. കൃഷിഭവനിൽ നടന്ന 2 പദ്ധതികളുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിന്റോ റെന്നി, ബിന്ദു മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KA സിന്ധു, പ്രദീപ് കൂനത്ത്, K സുധീർ, കൃഷി ഓഫീസർ അനൂപ് വിജയൻ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ സംസാരിച്ചു. മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ് എന്നിവയുടെ വിത്തുകളും 10 സെന്റ് സ്ഥലമുള്ളവർക്ക് വലവൃക്ഷ തൈകളുമാണ് സൗജന്യമായി നൽകിയത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ MSM UP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം പഞ്ചായത്ത് അംഗം KK ജയന്തി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക VN സിന്ധു, അധ്യാപക പ്രതിനിധി രാഗം എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലകളിലുള്ള മികവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ചു. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാഴ്ചപ്പാട് സമൂഹത്തിന്റെ മുൻപിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങളായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന റോഡെന്ന് കേട്ടിട്ടില്ലേ? അതാണ് വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ അവസ്ഥ. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. വെള്ളറക്കാട് സെന്റർ മുതൽ മുക്കിലപ്പീടിക വരെയുള്ള 3 കിലോമീറ്റർ ദൂരമാണ് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചെറുമനങ്ങാട് റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. കുണ്ടും കുഴി, വണ്ടികൾക്ക് കംപ്ലൈൻറ്റ്, വണ്ടികൾക്ക് എന്നും പ്രശ്നങ്ങൾ, എന്ത് ബുഷ് പോയി അല്ലെങ്കിൽ പിന്നെ കംപ്ലൈൻറ്റ് വരിക, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ്. റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കുറേ സമരങ്ങളൊക്കെ നടത്തി. റോഡിൻ്റെ സൈഡിൽ പൈപ്പ് ലൈൻ വരുന്ന വേറെ പ്രശ്നം. പൈപ്പ് ലൈന് പണിയാനായിട്ട് ഇവിടെ ഇട്ടിട്ട് മണ്ണ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മഴ പെയ്യുമ്പോൾ ചെളിയായിട്ടും അത് ഓടിക്കാൻ ബുദ്ധിമുട്ട്. സ്വകാര്യമായിട്ടുള്ള വണ്ടിക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇന്ന് വർഷാപ്പിൽ കയറി ഇറങ്ങാനുള്ള സമയമുള്ളൂ. ഈ റോഡിൻ്റെ പണി ചെയ്ത് ഗതാഗതം സുഗമമാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിന്റെ ഇരുവശങ്ങളിൽ കാന കീറിയിട്ടുണ്ട്. ഇതിന്റെ മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. മഴക്കാലമായാൽ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാകും. അതേസമയം റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് AC മൊയ്തീൻ MLA ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള മറ്റൊരു റോഡില്ല. മഴ പെയ്താൽ റോഡിലെ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും. അതോടെ കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയാകും. എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ അടുക്കളത്തോട്ടം വനിതാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, മാഗി ജോൺസൺ, നാൻസി ആന്റണി, NS ജിഷ്ണു, കൃഷി ഓഫീസർ ഭുവന, കൃഷി അസിസ്റ്റന്റ് യമുന എന്നിവർ സംസാരിച്ചു.
ചാവക്കാട് നഗരസഭ 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നവീകരിച്ച 5ാം വാർഡിലെ പുന്ന കുന്നത്തുള്ളി റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ മുബാറക്കിന്റെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, നഗരസഭാ കൌൺസിലർ KV സത്താർ, 5ാം വാർഡ് കൌൺസിലർ ഷാഹിദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. 5,22,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മാർച്ച് 16-17 തീയതികളിലായി ആഘോഷിക്കും. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ക്ഷേത്ര ഭരണസമിതി, പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികൾ കുന്നംകുളം പോലീസുമായി യോഗം ചേർന്നു. ക്ഷേത്രം ഹാളിൽ പ്രസിഡന്റ് ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KV ജോണി, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ഘോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പ്രഭാത് മുല്ലപ്പള്ളി, ഭരണസമിതി അംഗങ്ങൾ, പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവാഘോഷങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമമനുസരിച്ച് നടത്തണമെന്നും ആനപരിപാലന ചട്ടം കൃത്യമായി പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആഘോഷങ്ങൾ നടത്തുവാൻ കമ്മിറ്റികൾ സഹകരിക്കണമെന്നും SI പറഞ്ഞു. മാർച്ച് 15 മുതൽ 18 വരെ 1.5 കോടി രൂപയ്ക്ക് പൂരം ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ നവകം പഞ്ചഗവ്യം, ക്ഷേത്രശുദ്ധി, വൈകിട്ട് മാതൃസമിതിയുടെ തിരുവാതിരക്കളി, ഭക്തിഗാനാർച്ചന, കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറും. 17-ാം തീയതി രാവിലെ ക്ഷേത്രം പൂജാരി അനിൽ മേമ്പറമ്പത്തിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, പാലഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകവും നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയാകും. വൈകിട്ട് 6 മണി മുതൽ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ 9 പ്രാദേശിക കമ്മിറ്റികളുടെ ആനപൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തും. 7:40 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരക്കും. ശുഗപുരം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടാകും. ആചാരവേല വരവ്, മരം കുട്ടിപ്പാട്ട്, പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, തെയ്യം, തിറ, പൂതം, കാള, കാളി, കാവടി തുടങ്ങിയ വേലയാഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തും. രാത്രി കോടത്തും ബ്രിഗേഡിയർ ക്ലബിന്റെ ഗാനമേള, നന്ദനമാരാരുടെ തായമ്പക എന്നിവയ്ക്ക് ശേഷം പൂരം ആവർത്തനവും, കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കല്ലാറ്റി മണികണ്ഠക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളംപാട്ടിന് കൂറ വലിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. ബ്രഹ്മകുളം രാജൻപടിയിൽ റോഡരികിൽ കിടന്നിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെ 2 പേർക്ക് പരിക്കേറ്റു. പാവർട്ടി KSEBിയിലെ താൽക്കാലിക ജീവനക്കാരായ ബ്ലാങ്ങാട് വലിയ പറമ്പിൽ പ്രശാന്ത്, എടക്കഴിയൂർ പെരിങ്ങാട്ട് സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഗുരുവായൂർ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാനശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ യൗസേ പിതാവിന്റെ മരണത്തിരുനാളിന് കൊടിയേറി. മാർച്ച് 16 ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷം. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടെറിൻ മുള്ളൂക്കര കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് 5:30 ആഘോഷമായ റാസ, കുർബാന, വിശുദ്ധന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, നേർച്ച ഭക്ഷണവും ഉണ്ടാകും. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫെബിൻ കുത്തൂർ, തിരുനാൾ കൺവീനർ PA ജോസ്, കൈക്കാരന്മാരായ CL ജോസ്, PK വർഗീസ്, സിജോ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകും. കടവല്ലൂർ വേമ്പൻ പടവിലെ 40 ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി നശിച്ചു. തോടുകളിലെ വെള്ളം പൂർണ്ണമായി വറ്റിയതോടെ ജലസേചനത്തിന് മാർഗങ്ങൾ തേടി കർഷകർ നെട്ടോട്ടത്തിലാണ്. കിണറുകൾ അടക്കമുള്ള ജലാശയങ്ങളിലെ വെള്ളം ലഭിക്കുമോ എന്ന ശ്രമത്തിലായിരുന്നു കർഷകർ. നേരത്തെ എത്തിയ വേനലും കനത്ത ചൂട് മൂലം ജലലഭ്യത കുറഞ്ഞതോടെ കൃഷി പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ആഴ്ച വരെ വേനൽ മഴയിലായിരുന്നു പ്രതീക്ഷ. ഇനി മഴ പെയ്താലും നെല്ല് രക്ഷപ്പെടില്ലെന്ന് കർഷകർ പറയുന്നു. ഒതളൂർ ബണ്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആശ്രയിച്ചാണ് കടവല്ലൂർ വേമ്പൻ പടവ് എന്നീ പാടശേഖരങ്ങളിലെ കൃഷി നിലനിൽക്കുന്നത്. ബണ്ടിൽ നിന്ന് വേമ്പൻ തോട്ടിലേക്ക് ജനുവരിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും. ആദ്യകാലത്ത് 50 ദിവസത്തോളം പമ്പിംഗ് നടത്തിയിരുന്നു. ഒതളൂർ ബണ്ട് സ്ഥിതി ചെയ്യുന്ന കോൾപ്പാടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ കടവല്ലൂരിലേക്ക് നടത്തിയിരുന്ന പമ്പിംഗ് 3-4 ദിവസമാക്കി കുറച്ചു. ഇത് തർക്കത്തിനും പരാതികൾക്കും കാരണമായെങ്കിലും കൃത്യമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വരൾച്ച നിമിത്തം കഴിഞ്ഞ തവണ 400 ടൺ നെല്ലിന്റെ ഉൽപാദനക്കുറവ് ഈ മേഖലയിലുണ്ടായി. നിലവിൽ 40 ഏക്കറാണ് നശിച്ചതെങ്കിലും നാശത്തിന്റെ തോത് ഇനിയും കൂടാനാണ് സാധ്യത.
ആളൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളുണ്ടായി. 7 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി എടക്കളത്തൂർ പൈനാട്ടുമന ഹരിനാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളുണ്ടായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അന്നദാനവും ഉണ്ടായിരുന്നു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തമ്പോലം, കാവടി എന്നിവയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് നാട്ടിടവഴികൾ ചുറ്റി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശശി കോട്ടയിൽ, ഷാജു പുല്ലാനിപ്പറമ്പത്ത്, ദിനേശ് മുള്ളനാട്ട് എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസാരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ മാഗി ജോൺസൺ, ബാലകൃഷ്ണൻ, നാൻസി ആന്റണി, TB പ്രജീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക PB സജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അർഹരായ 23 വിദ്യാർത്ഥികൾക്ക് മേശ, കസേര തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന രമേശ്, മെമ്പർമാരായ ജോളി തോമസ്, സിമി, രമ്യ ഷാജി, കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, PRO സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം മലങ്കര ആശുപത്രിയും ഓർത്തഡോക്സ് സഭയുടെ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്തനാർബുദ രോഗനിർണയ ക്യാമ്പും നടത്തി. KT പാവുണ്ണി മെമ്മോറിയൽ ജ്യോതിസ് ഭവനിൽ നടന്ന ക്യാമ്പിന് മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. നവജ്യോതി മോംസ് വൈസ് പ്രസിഡന്റ് ഫാദർ ജോർജ് ചാക്കോ വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർമാരായ ബാബു മാത്യു, മോഹൻ തോമസ്, ഹിബിന നാസർ, നവജ്യോതി മോംസ് ആനിമേറ്റർ ജ്യോതി പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഷീന ജോയ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആശുപത്രി ട്രഷറർ മോൺസി P അബ്രഹാം സ്വാഗതവും നവജ്യോതി ഡയറക്ടർ ജീന ജോസ് നന്ദിയും പറഞ്ഞു. സ്തനാർബുദ പരിശോധന നടത്തിയവരിൽ ആവശ്യമായവർക്ക് തുടർ പരിശോധന പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാക്കും. ജാതിമത ഭേദമന്യേ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ജീവനക്കാർക്കും നോമ്പു തുറയൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായ മലായ അബൂബക്കറിന്റെ വേറിട്ട ഇഫ്താർ സംഗമം. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും ജീവകാരുണ്യ പ്രവർത്തകനുമായ കോട്ടോൽ മലായ മൻസിലിൽ അബൂബക്കർ ഹാജി നാട്ടുകാർക്കും കൂട്ടുകാർക്കും ജീവനക്കാർക്കുമായി തന്റെ വീട്ടിലൊരുക്കിയ ഇഫ്താർ സംഗമം വേറിട്ടതായി. ജാതിമതത്തിനതീതമായി നിരവധി പേരാണ് ഇഫ്താറിൽ പങ്കെടുത്തത്. നോമ്പുതുറയ്ക്ക് ശേഷമുള്ള മഗ്‌രിബ് നമസ്കാരത്തിനു ശേഷം അത്താഴവും ഒരുക്കിയിരുന്നു. എംബാലാജി, EP കമറുദ്ദീൻ, അലി കോട്ടോൽ, റാഫി താഴത്തേയിൽ, MA കമറുദ്ദീൻ, പഴഞ്ഞി ഗ്രൗണ്ട് കമ്മിറ്റി ഭാരവാഹികളായ PP ശെൽവരാജൻ, VC മുഹമ്മദ് കുട്ടി, സംഗീത സത്യൻ, ഷാജൻ KJ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളായ നിരവധി പേർ പങ്കെടുത്തു. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ BC സോളമൻ, മാർക്കറ്റിംഗ് മാനേജർ ACK ഉമ്മർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു. കച്ചവടത്തിനു പുറമെ കാരുണ്യത്തിനും ഊന്നൽ നൽകുന്ന മലായ അബൂബക്കർ ഹാജി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സമൂഹ വിവാഹം, ചികിത്സ, വിദ്യാഭ്യാസ സഹായങ്ങൾ, റമദാൻ കിറ്റ് വിതരണം തുടങ്ങി അനവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അബൂബക്കർ ഹാജിയെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിരുന്നു. കുട്ടാടൻ നിറവ് കാർഷിക വിപണന മേളയുടെ പ്രചരണാർത്ഥം കാവീട് കാവുട്ടിച്ചിറയിൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചു.
കാവീട് ബയോ പാർക്ക് കുറുവായിപ്പറമ്പ് പരിസരത്ത് നടത്തിയ ചൂണ്ടയിടൽ മത്സരം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനും താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഭാരവാഹിയുമായ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ TT ശിവദാസൻ, കൃഷിഭവൻ ഓഫീസർ P റിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് വാർഡ് കൌൺസിലർ A സുബ്രഹ്മണ്യൻ സമ്മാന വിതരണം നടത്തി. 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്ന 1ഉം 2ഉം സ്ഥാനക്കാർക്കാണ് കാവീട് ചെന്താര സ്പോൺസർ ചെയ്ത സമ്മാനത്തുക നൽകിയത്. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിൽ വൃക്ക ദിനാചരണം നടത്തി. തണൽ കേന്ദ്ര കമ്മിറ്റി ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഷോർട്ട് വീഡിയോ നിർമ്മാണ മത്സരത്തിൽ വടക്കേക്കാട് തണലിലെ അംഗങ്ങൾ തയ്യാറാക്കിയ വീഡിയോയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷവും അംഗങ്ങൾ പങ്കിട്ടു. ഇതിന്റെ ഭാഗമായി മേഖലയിൽ വൃക്കരോഗ ബോധവൽക്കരണവും മധുര വിതരണവും നടത്തി. തണൽ ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് കിരൺ, ടെക്നീഷ്യന്മാരായ സനദ്, അമിത, അഞ്ജന, ചിമ്മു, ജീവനക്കാരായ ലൂസി, നിഷ, സഫ, ഡയാലിസിസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് വീഡിയോ തയ്യാറാക്കിയത്. കിഡ്നി രോഗം എങ്ങനെ തടയാം എന്ന വിഷയത്തിലാണ് 1 മിനിറ്റ് ദൈർഘ്യ ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കിയത്. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം നടത്തിയ പരിപാടി മഹല്ല് ഖത്തീബ് അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറും തൊഴിയൂർ ICA കോളേജ് അക്കാഡമിക് ചെയർമാനും വൈസ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ IP അബ്ദുൾ റസാഖ് ക്ലാസിന് നേതൃത്വം നൽകി. അമൽ പബ്ലിക് സ്കൂൾ ചെയർമാൻ പഷ്ണത്തയിൽ അലി, കുഞ്ഞുമുഹമ്മദ് കോട്ടത്തയിൽ, അധ്യാപകൻ അൻഫസ് അറക്കൽ, ഷാനവാസ് ഇല്ലത്തയിൽ, സലീം കോട്ടത്തയിൽ, സലീൽ അറക്കൽ, ബദറു കല്ലിപ്പറമ്പിൽ, അഷ്കർ അറക്കൽ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിച്ചു. മഹലിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസും സ്ത്രീകൾക്ക് പ്രത്യേകമായി കൌൺസിലിംഗ് ക്ലാസുകളും സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. ചമ്മന്നൂർ മഹലിലുള്ള മറ്റ് ഇതര മതവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി സ്ക്വാഡ് വിപുലീകരിച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ചു. മഹൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷെഫീഖ് നന്ദി പറഞ്ഞു. യുവാവിനെയും സുഹൃത്തുക്കളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 17 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് മണത്തല മണികണ്ഠൻ റോഡിൽ താമസിക്കുന്ന പള്ളിപ്പറമ്പിൽ അനീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവിനും പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത്. മണത്തല പള്ളിത്താഴം ചാലിയത്ത് വീട്ടിൽ ജാഫറിനെയും അക്രമം തടയാൻ ശ്രമിച്ച സുഹൃത്തായ നൌഫലിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത്. 2009 സെപ്റ്റംബർ 2-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. രാത്രിയിൽ മണത്തല പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പോവുകയായിരുന്ന ജാഫറിനെയും തടയാൻ എത്തിയ നൌഫലിനെയും 1-ാം പ്രതി അനീഷ് വാളുപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. കോർട്ട് ലൈസൺ ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു. ചാവക്കാട് നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. MLA NK അക്ബർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് ചെയർമാൻ KK മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് AB മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, ഷാഹിന സലീം, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 10 മത്സ്യത്തൊഴിലാളികൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. ജനപ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കുന്നംകുളം കാണിപ്പയ്യൂർ പാൽ സൊസൈറ്റിക്ക് സമീപം നാട്ടുവെളിച്ചം കൂട്ടായ്മ പറവകൾക്ക് കുടിവെള്ള സംവിധാനമൊരുക്കി. കൂട്ടായ്മയിലുള്ള 44 വീടുകളിലും പക്ഷികൾക്ക് ദാഹജലം നിറച്ചുള്ള പാത്രങ്ങൾ വയ്ക്കുവാനും തീരുമാനിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാട്ടുവെളിച്ചം വനിതാ വിംഗ് പ്രസിഡന്റ് കാർത്തിയേനി ചന്ദ്രൻ, വിലാസിനി ബാലൻ എന്നിവരെ ആദരിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് കാർത്തിയേനി ചന്ദ്രൻ, സെക്രട്ടറി പുഷ്പ മാധവൻ, വൈസ് പ്രസിഡന്റ് ശാരദ ടീച്ചർ, കൂട്ടായ്മ സെക്രട്ടറി സുനിത ഷൈജൻ, ട്രഷറർ സജീവൻ മനയിൽ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ 5-ന് ആരംഭിക്കുന്ന ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണത്തിന് തുടക്കമായി. ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് ആരവം 2025 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ വേങ്ങാട്ടൂർ മനനാരായണൻ നമ്പൂതിരിപ്പാട്
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, CSA സംഘാടക സമിതി കൺവീനർ MM അഹമ്മദുണ്ണി, K ജ്യോതിദേവ് എന്നിവർ ചേർന്ന് ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ VS ശിവാസ്, PV രജീഷ് കുമാർ, K സുജിത, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, സഹയാത്രാ ചെയർമാൻ C പ്രേമരാജ്, കോർഡിനേറ്റർ TA രണദിവെ, ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി, മാർവൽ ക്ലബ്ബ് ഭാരവാഹികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായി. GI പൈപ്പ് ഉപയോഗിച്ച് മികച്ച നിലയിലാണ് ഗാലറി നിർമ്മാണം. 10 നിരകളിലായി നിർമ്മിക്കുന്ന ഗാലറിയിൽ 7000-ഓളം പേർക്ക് കളി കാണുവാനും സാധിക്കും. യൂത്ത് ഫോഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നായരങ്ങാടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ശനിയാഴ്ച നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ 3-ാം കല്ല ABS മദ്രസയിൽ നടത്തുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തും. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് സ്കാനിംഗ്, ബ്ലഡ് പ്രഷർ, പ്രമേഹം എന്നിവ സൗജന്യമായി പരിശോധിക്കും. മറ്റ് നേത്രരോഗമുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഫീസും രജിസ്ട്രേഷൻ ഫീസും സൗജന്യമായിരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ സ്വന്തം ഫോൺ നമ്പർ കയ്യിൽ കരുതണമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 99 47 51 22 57, 97 48 13 38 81 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം. ഗുരുവായൂർ ടൗൺ ഹാളിന് പുറകിൽ താമസിക്കുന്ന 22-ാം വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്ന ചിരിയങ്കണ്ടത്ത് ഔസേ പുണ്യമകൻ ജോൺസൺ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. അൽഫോൺസ് ഭാര്യയും എവീന, പരേതയായ എമി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പാർലമെന്റ് നടക്കുന്നതിനാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് K രാധാകൃഷ്ണൻ MP. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ED നൽകിയ സമൻസിന് MP മറുപടി നൽകി. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയുടെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ ഉത്സവം ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 6-ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ചശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റും. കടങ്ങോട് ഗാധർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. ചാവക്കാട് KSRTC ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കൊളുത്തിവലിച്ച അപകടം. കുന്നംകുളം ചാവക്കാട് റോഡിൽ ദീർഘനേരം ഗതാഗത തടസ്സം നേരിട്ടു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.